നമസ്കാരം, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ പുതുവാദിയാർമഠം കൊട്ടാരത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഭക്തജനങ്ങളെ, സുമനസ്സുകളായ ദേശക്കാരെ, നമ്മളിൽ എല്ലാവരും മനുഷ്യസ്നേഹിയാണ്, മൃഗസ്നേഹിയാണ്, കൂടാതെ ആനപ്രേമിയുമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലാവട്ടെ, പഴുവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം, ആമക്കാവ്, കേച്ചേരി, അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളിലും എന്തിന് സാക്ഷാൽ വടക്കുംനാഥൻ്റെ മുമ്പിൽ ആനപ്പുറം കയറിയ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഹൈദരാബാദ്, ബോംബെ, ഡൽഹി, കൽക്കട്ട, ഇവിടെ എല്ലാം തന്നെ പോയിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ആനപ്പുറം കയറലും ദേവിയുടെ ദേവവിഗ്രഹങ്ങൾ പിടിക്കലാണ് എൻ്റെ പ്രധാന ജോലിയെന്ന്. അപ്പോൾ ആന ഇടയുന്ന ചില സംഭവവികാസങ്ങൾ ഇപ്പോൾ അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു എളിയ അഭിപ്രായം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആനയെ എഴുന്നള്ളിക്കുന്നത് കർശനമായിട്ടും നിരോധിക്കണം. കാരണം ഒരുപാട് പേരുടെ ജീവനാണ് പൊലിയുന്നത്. കൂടാതെ ഞാൻ തന്നെ അമ്പലത്തിൽ ഇപ്പോൾ തിരുവങ്ങാട്, തലശ്ശേരി തിരുവങ്ങാട് അമ്പലത്തിൽ ആനപ്പുറം കയറാൻ പോയിട്ടുണ്ട്. അതുപോലെ നടത്തക്കുട പിടിച്ചിട്ടുണ്ട്. അത് നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലും നടത്തക്കുട പിടിച്ചിട്ടുണ്ട്. അതുപോലെ ആനപ്പുറത്ത് വെഞ്ചാമരാവട്ടെ, ആലവട്ടാവട്ടെ, കൊടയാവട്ടെ, ഇതെല്ലാം പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും. ഇതിൻ്റെയൊക്കെ ആകെ തുക ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം. കാരണം ഞാൻ 67 പ്രാവശ്യം ആനപ്പുറം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടിശാന്തിക്ക് പോയിട്ടുണ്ട്. നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ മുട്ടിശാന്തിക്കും പോയിട്ടുണ്ട്. അപ്പോൾ 27 ആനയുടെ പുറത്ത്, 27 പ്രാവശ്യം ഒരു ആനയുടെ പുറത്തല്ല, 27 ആനകളുടെ പുറത്ത് വ്യത്യസ്തമായ ശ്രീ പത്മനാഭൻ, ഇത് ഗുരുവായൂർ പത്മനാഭൻ്റെ പുറത്ത് വരെ കയറി എനിക്ക് ഭഗവാന്റെ വിഗ്രഹം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും അതുപോലെ ശാന്തരും അതുപോലെ തന്നെ ദൈവികതയുള്ള ആനകളൊന്നും ആവില്ലല്ലോ കൂടുതലും. അപ്പോൾ ആനപ്പുറം കയറുന്ന ആ ജോലിയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ആനപ്രേമികളുടെ പ്രത്യേകിച്ച് ശ്രദ്ധയ്ക്ക് എന്തിനാണ് ക്ഷേത്രം ദേവസ്വം ബോർഡാവട്ടെ, അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ആവട്ടെ, പൂരാഘോഷ കമ്മിറ്റി ആവട്ടെ, അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, ഒട്ടനവധി ഈ ഉത്സവങ്ങൾക്ക്, പൂരങ്ങൾ, പെരുന്നാളുകൾ, പള്ളിപ്പെരുന്നാൾ, ഇതിനൊക്കെ തന്നെ ആനേനെ എഴുന്നള്ളിക്കുന്നൊരു വിശേഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിർത്തണം. കാരണം അത് പൊട്ടിയൊലിച്ച കാലുമായിട്ടും അതിനെ വാറ്റിച്ചാരായം കൊടുത്തിട്ടും അതുപോലെ തന്നെ വെറുതെ അനാവശ്യമായി പാപ്പാന്മാരുടെ ഉപദ്രവവും, കൂടാതെ 2 മണിക്കൂർ തായമ്പക അല്ലെങ്കിൽ പഞ്ചവാദ്യം, ഇതിനെല്ലാം വൃത്തി അതിനെ വേദനിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ആന ഇടയാതിരിക്കുക? അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലെയും അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കും ആനയെ എഴുന്നള്ളിക്കാതിരിക്കുക. അത് കാണുന്നവർക്ക് ചന്തമാണ്. ഇപ്പോൾ സ്വന്തം അന്യൻ്റെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ കണ്ണവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു, അതിമ ഇട്ട ഡ്രസ്സ് ഊരിയിട്ട് അതിങ്ങനെ ഓടുകയാണ് ഒന്നുമില്ലാതെ നഗ്നമായിട്ട്. അപ്പോൾ പലർക്കും അത് കാണാൻ ചന്ത ഉണ്ടാവും അല്ലേ? എന്നാൽ അവനവൻ്റെ അമ്മയോ പെങ്ങളോ മക്കളോ ആണ് ഇങ്ങനെ മാനസികമായിട്ട് അല്ലെങ്കിൽ വിഷമമായിട്ട് അവരിങ്ങനെ വിവസ്ത്രയായിട്ട് ഓടുന്നത്. വലിയ രസം ഉണ്ടാവുമോ? അതുപോലെയാണ് ഈ ആനേനെ ഇങ്ങനെ വല്ലാതെ ഉപദ്രവിക്കരുത്, ആനേനെ എഴുന്നള്ളിക്കരുത് ദയവ് ചെയ്ത്. ഈ വിവരം എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കൂപ്പുകൈ പ്രണാമം. നമസ്തേ.